ഒക്കെ തന്നെ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്നവരാണ്. ഈ രാജ്യത്തെ ഓരോ പൗരനും ഭാരത് മാതാവിനെ ബഹുമാനിക്കുന്നവരാണ്. ഇതല്ല, RSSൻ്റെ മുദ്രാവാക്യം നടപ്പിലാക്കാനല്ല കേരള ഗവർണറായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മുൻപ് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, പക്ഷേ ഗവർണറായി കഴിഞ്ഞാൽ RSS ആയിട്ട് സ്വയം സേവകനായിട്ട് പ്രവർത്തിക്കുകയല്ല അദ്ദേഹം വേണ്ടത്. അത് അഭിമാനത്തോടെ പറയുകയാണ് BJPയുടെ ചില നേതാക്കന്മാരെല്ലാം. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇത്തരത്തിലുള്ള വിവാദങ്ങളില്ലല്ലോ. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും വേറെ. പക്ഷേ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് ഗവർണർ തന്നെ ഒരു സ്റ്റേറ്റിനെ കൊണ്ടുപോവാണ്. അത് അങ്ങേയറ്റത്തെ തെറ്റായ കാര്യമാണെന്നതിൽ സംശയമില്ല. ഇവിടെ സത്യത്തിൽ രാഷ്ട്രപതി ഇടപെടേണ്ടതാണ് ഇക്കാര്യത്തിൽ. ഇത്തരം കാര്യങ്ങളിൽ ഒരു രാജ്ഭവനെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെതിരായിട്ട് രാഷ്ട്രപതി ഇടപെടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്രിമാരെന്തിനാ പോകുന്നത് വിളിച്ചിട്ട് അവിടെ പോയിട്ട് ഇറങ്ങി വരുന്നത്? അത് നാടകത്തിന് വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി ഇന്നലെയും മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. മുഖ്യമന്ത്രിക്ക് ഉറപ്പ് കൊടുത്തു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉറപ്പിൽ വിശ്വസിച്ച് നിൽക്കുകയായിരുന്നതാണ്. ഇന്നലെ അതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് ഈ അനുഭവം ഉണ്ടായി. മുഖ്യമന്ത്രി എഴുതണം രാഷ്ട്രപതിക്ക്. എന്താ മടി കാണിക്കുന്നത്? ഇത്ര ഗൗരവതരമായ സംഭവം ഉണ്ടാകുമ്പോൾ കേരള മുഖ്യമന്ത്രി ആ പദവി ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തെഴുതണം, പ്രധാനമന്ത്രിയെ അറിയിക്കണം. ഇത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല, കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അതിനൊന്നും ആരും തെറ്റു പറയില്ല. പക്ഷേ കേരള രാജ്ഭവനെ ഇതിനുള്ള കേന്ദ്രമാക്കി മാറ്റുക, എല്ലാ ദിവസവും ഓരോ പരിപാടി, ആ പരിപാടിയിലൂടെ ഇത്തരം വിവാദങ്ങൾ വീണ്ടും കത്തിക്കുക, ഗവർണർ പദവിയെ വിവാദത്തിലേക്ക് നയിക്കുകയാണ് ഇപ്പോഴത്തെ ഗവർണർ ചെയ്യുന്നത്. അത് ശരിയായ കാര്യമല്ല. ഈ സംസ്ഥാന സർക്കാരിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ വലിയൊരു ക്രമക്കേട് നടന്നായിട്ട് വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 121 പേരെ നിയമിച്ചു, അവരെ 3 വർഷമൊക്കെ മാറ്റി, അതിനുശേഷം വീണ്ടും CPIക്കാർക്ക് ജോലി കൊടുക്കാനുള്ള. അതുമാത്രമായിട്ടാണോ താങ്കൾ കാണുന്നത്? ഇത് 33,000 പേരെ ഒരു കൊല്ലം നിയമിക്കുന്നുണ്ട് പിൻവാതിലിലൂടെ. അതിൽ 13,000 പേര് മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൂടെ വരുന്നവർ. ബാക്കി 20,000 സ്വന്തക്കാർ തിരികെ കയറ്റുകയാണ്. ഞാൻ പാർട്ടിക്കാരാന്ന് പോലും പറയില്ല, സ്വന്തക്കാരെ, ബന്ധുക്കളെ, വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലേ അവരുടെ നിലപാട്? സത്യത്തിൽ എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാനുള്ള ശേഷിയില്ലാത്ത? ഗവർണർക്കെതിരെ പോലും ഭയമാണ് ഈ സർക്കാരിന്, ഭയമാണ് കേന്ദ്ര സർക്കാരിന്. അതാണ് അത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടതുകൊണ്ടാണ്. അതന്നെ പറഞ്ഞത്. രാജ്യത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതിരിക്കുമ്പോൾ തങ്ങളുടെ സ്വന്തക്കാർക്ക്, തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളുകൾ കൊണ്ടുപോവുക, ഇത്തരത്തിലുള്ള വെറും സ്വാർത്ഥ താല്പര്യവും സ്ഥാപിത താല്പര്യവും മാത്രമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ജനരോഷമായിരിക്കും നിങ്ങൾ 23-ാം തീയതി കാണാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ജനം പറയും, ഈ സർക്കാർ ഞങ്ങൾക്ക് സ്വീകാര്യമുള്ള സർക്കാരല്ല എന്ന് ഉറപ്പിച്ച് പറയും. അത് അറിയില്ല, അദ്ദേഹത്തിന് തിരക്കായിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാതെ എന്തുകൊണ്ടാണ്? അദ്ദേഹം വിദേശത്തായിരുന്നല്ലോ മിക്കവാറും. അപ്പോൾ വന്നതിന് ശേഷം ഉണ്ടായിരുന്നോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ടോ എനിക്കറിയില്ല. അദ്ദേഹം നമ്മുടെ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു, AICC പുറപ്പെടുവിച്ച സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു. എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്ന് അറിയില്ല. തൽക്കാലത്തേക്ക് വിവാദങ്ങൾ വേണ്ട കേട്ടോ. തൽക്കാലത്തേക്ക് വിവാദങ്ങൾ വേണ്ട. ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ ഇപ്പോൾ. ആ ലക്ഷ്യം ജനങ്ങൾ വെറുത്ത ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ്സുകാരെയും UDFകാരെയും എല്ലാം ഒന്നിപ്പിച്ച് നിർത്തുക എന്നുള്ള ഒറ്റ ദൗത്യമേ ഉള്ളൂ. അതിന് എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. റിസൾട്ട് വരുന്നവരെ അതാവാം. റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും 4 ഉപതെരഞ്ഞെടുപ്പുകളും അതായിരുന്നല്ലോ അവരുടെ നിലപാട്. ഇതും അതുപോലെ തന്നെ ആയിരിക്കും, സംശയമില്ല. നിങ്ങളിപ്പോൾ ഇനി വോട്ട് പെട്ടിയിലായി കഴിഞ്ഞില്ലേ, ഇനി എണ്ണുമല്ലേ വേണ്ടു. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സർക്കാരിനോട് ഇറങ്ങിപ്പോകാൻ ജനം പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും 23-ാം തീയതി വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.